ഹലോ ഗൈസ്, നമുക്കിന്ന് ഇൻസ്റ്റൻ്റായിട്ട് രസം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക, ഒരു നാരങ്ങ വലുപ്പത്തിലിട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ അടുത്ത് ചതയ്ക്കാനുള്ളതാണ് ചെറിയ ഉള്ളി ഒരു 5-7 എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അത് 5 മതി. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്, അത് 2 എടുക്കുക. പിന്നെ വേണ്ടത് ജീരകം, പിന്നെ കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ചട്ടി ചൂടാക്കാൻ വയ്ക്കുക, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ഉലുവയിടുക, ഉലുവയും പൊട്ടിക്കുക. അതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം ലേശം കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞിട്ട് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ അരിഞ്ഞത് ഒന്ന് വഴറ്റുക. നന്നായിട്ട് വഴന്ന ശേഷം പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി അരിഞ്ഞതോ അരച്ചതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതോ ആയിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് വഴറ്റുക. തക്കാളിയും കൂടി വഴന്ന ശേഷം തീ സിമ്മിലാക്കുക. ഇനി അടുത്ത പൊടി ഇടണം. നമ്മൾ രസപ്പൊടി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇനി നമ്മൾ കുതിർക്കാൻ വെച്ച പുളിവെള്ളം ഒഴിക്കുക. പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച ശേഷം ആവശ്യത്തിന് കൂടി വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് വേണ്ട വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. തിളയൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് ചെറിയൊരു തിള വരുമ്പോഴേക്കും നമുക്കിനി കായപ്പൊടി ചേർക്കണം. കായപ്പൊടി ചേർത്ത ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് നല്ല മണവും രുചിയും കൂടും. മല്ലിയില അരിഞ്ഞിട്ട് ഇട്ടതിന് ശേഷം ഒരു ചെറിയ തിള വരുമ്പോഴേക്കും ഓഫാക്കുക. നമുക്ക് അതായത് ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് രസം റെഡി.